ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു പുസ്തകമാണ് പരിചയപ്പെടുന്നത്. ഇത് വായനശാലയിൽ നിന്നെടുത്തതാണ്. കുട്ടികൾക്ക് വായനാശീലമൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളെന്തായാലും ഇത്തരം പുസ്തകങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തണം. ഇത് ബസ്രയിലെ ഈത്തപ്പഴം എന്നാണ് ഈ കൃതിയുടെ പേര്. UA ഖാദർ എന്ന കഥാകൃത്താണ് ഇത് രചിച്ചിരിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ കഥാകാരൻ എന്നാണ് ഇതിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മ്യാൻമാറിലെ റംഗോണിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 കഥകളാണുള്ളത്. ബസ്രയിലെ ഈത്തപ്പഴം, കടലോളങ്ങളിലെ വെടിപ്പുകൾ, മനസ്സിന് വെടിപ്പാക്കുന്ന യാത്രകൾ. ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും നമ്മൾ വായിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, ഈ ഭാഷാ പ്രയോഗങ്ങൾ. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സാധാരണ അത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനത്തെ അതൊന്നും അറിയാത്ത കാരണം ചില ഭാഗമൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് തന്നെത്താൻ വായിക്കാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്തായാലും നമ്മളിത് വായിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. വളരെ ലളിതമായ ചെറിയ ചെറിയ കഥകളാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ കഥകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും അത് വായിച്ചു കൊടുക്കുക. താങ്ക് യു.